ചേച്ചിയോട് എന്താ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കാൻ പറഞ്ഞു വിട്ടിരുന്നേ? സ്കാൻ ചെയ്തിട്ട് എവിടെയായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്? രക്തക്കുഴലിൽ ഒട്ടിപ്പിടിച്ചിട്ട് ക്യാൻസർ ആയതായിരുന്നു. അപ്പൊ അത് അതിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻസറിന്റെ ചെറിയ മുഴയിലുണ്ടായിരുന്നു. ക്യാൻസറിന്റെ മുഴയില് യൂട്രസിന്റെ ഭിത്തി ഒട്ടിപ്പിടിച്ചു. യൂട്രസിന്റെ അടുത്തായിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് യൂട്രസ് ഒക്കെ എടുത്ത് നീക്കം ചെയ്തു. ഓക്കെ. എനിക്ക് വീണ്ടും പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്നത് വീണ്ടും എനിക്കത് വളർന്നു. ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും അത് ആ സ്ഥലത്ത് തന്നെ വീണ്ടും വളർന്നു. ഇപ്പൊ ചേച്ചി പോയി പരിശോധിച്ചോ? അത് രക്തക്കുഴലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വളർന്നതും വീണ്ടും രക്തക്കുഴലായിട്ട് ഒട്ടിപ്പിടിച്ചു. രണ്ടാമത്തെ വളർന്നത് ആ രണ്ടാമത്തെ സമയത്താണ് ചേച്ചി വന്നത്. സ്കാൻ ചെയ്തിട്ട് ഇപ്പൊ എന്താ ഡോക്ടർ പറയുന്നത്? ഒരു വലിയ കാര്യമാണ്. കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം വരുമ്പോ നേരത്തെ ക്യാൻസർ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞതാ. എന്നാൽ രണ്ടാമത് ക്യാൻസർ വന്നു. അത് കാരണം രക്തക്കുഴലില് ആ ക്യാൻസർ രക്തക്കുഴലിന്റെ മുകളിലൊക്കെ എന്തെങ്ങനെയാ രക്തക്കുഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ആ ക്യാൻസർ. സീരിയസ് കാര്യമാണ് എന്ന് പറഞ്ഞ രക്തക്കുഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ക്യാൻസറിന്റെ മുഴയുണ്ടായിരുന്നേ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് എന്റെ യേശു ഓപ്പറേഷൻ ചെയ്തത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് ഉറക്കെ ആമേൻ പറഞ്ഞേ. അതിന്റെ പേര് അത്ഭുതം എന്നല്ലാതെ പിന്നെ എന്തുവാ പറയുന്നേ? ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എറണാകുളത്ത് ചെന്ന സമയത്ത് എന്നെ കർത്താവ് ഒരു കാര്യം കാണിച്ചു. ഒരു ചേച്ചി വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, യൂട്രസ് എനിക്കൊരു പാത്രം പോലെ കർത്താവ് കാണിച്ചു. അതിൻ്റെ സൈഡ് ഭിത്തികള്, മേളിലെ ഭിത്തി. എന്നോട് കർത്താവ് പറഞ്ഞു, ഇവരുടെ മേളിലും സൈഡിലൊന്നുമില്ല, താഴെയാണ് മുഴകളെന്ന് പറഞ്ഞു. ഈ ചേച്ചി അടുത്ത് വന്ന് നോക്കുമ്പോൾ എന്നോട് പറയാം 1, 2, 3 കുഞ്ഞു മുഴകൾ. അത് ഇവരുടെ യൂട്രസിന്റെ താഴെയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഓപ്പറേഷൻ കുറെ കഴിഞ്ഞു. ഇവർക്ക് ഇന്നൊരു ഡെലിവറൻസ് വരണം. നിങ്ങളൊന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നമ്മൾ അടുത്ത പ്രാവശ്യത്തെ തൃശ്ശൂർ മീറ്റിങ്ങിന് നിങ്ങൾ വരണം, സാക്ഷ്യം പറയണം. നിങ്ങൾ സൗഖ്യം കിട്ടിയ ആളുകൾ പിന്നെ 6 മാസം കഴിഞ്ഞ അടുത്ത പ്രശ്നമായിട്ട് വരില്ലേ? നിങ്ങൾ തൃശ്ശൂർ ഞായറാഴ്ച തോറും വരണം, അല്ലെങ്കിൽ 7 ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ വന്ന് സാക്ഷ്യം പറയണം. ഇത് മുഴുവൻ മഹത്വം കർത്താവിനല്ലേ? ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഇതിനു മുമ്പിൽ വീണ്ടും ആ ഗ്രോത്തിന്റെ വളർച്ചയുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ഇനി അവരെ ഗ്രോത്ത് തുടരുത്. ഇവരുടെ ഉള്ളിൽ മരിച്ചു പോകുമെന്ന് ശരിക്കും ഭയമുണ്ട്. ആ ഭയം അവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കര ഉയർത്തിക്കുക എല്ലാവരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ക്യാൻസർ എന്ന് പറയുന്നത് വേദനിക്കുന്ന രോഗമാണ്. അത് വീണ്ടും വരുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വേദനയാണ്. എന്നാൽ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. ചേച്ചി കണ്ണുകളടച്ചേ. ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് വ്യക്തിപരമായി ചേച്ചി ആ ശക്തി അനുഭവിക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അങ്ങനെ ശക്തി അനുഭവിക്കാം. ഈ ചേച്ചി ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. കാണുന്ന വെളിപ്പാട് ഒരു വലിയ വെള്ളി വെളിച്ചം വരെ തൊടുന്നു. ഒരു മേഘ വരെ തൊടുന്നത് ഇവർക്ക് കാണാം. ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ഇപ്പോൾ ഹീലിംഗ് ഏഞ്ചൽസ് ഇവിടെ ചലിക്കട്ടെ. ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. അവിടുത്തെ അത്ഭുത കാര്യം ഇവരെ തൊടട്ടെ. ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇവിടെ ഫാൻ്റെ അടിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ കാറ്റുള്ള സ്ഥലമാണ് ഇത്. പക്ഷെ ചേച്ചിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു തീ ദേഹത്തൂടെ ഒഴുകിപ്പോയി, പൊള്ളുന്നത് പോലെ. അങ്ങനെയല്ലേ? ഒരു വലിയ വെളിച്ചം വന്ന് അടിക്കുന്നത് കണ്ടു. ആ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവാണ്. യേശു ചേച്ചി തൊട്ടതാണ്. ഇപ്പോൾ മുതൽ ആ മുഴ ചുരുങ്ങി പോകുകയാണ്. ഇപ്പോൾ മുതൽ ചുരുങ്ങി പോട്ടെ.
കർത്താവേ, അങ്ങയുടെ അത്ഭുത കരങ്ങൾ തൊട്ടാട്ടെ. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. പറഞ്ഞ എല്ലാവരും മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മരണ ഭയം നീങ്ങി പോകട്ടെ. മരണ ഭയം മാറി പോകട്ടെ. ബ്രാൻഡുനോ നോസിലെ നരകോ സോക്കുനോ റീസല ബനായോതോ ലാൻഡുനോ റിയാസകബ. ഇപ്പൊ ചേച്ചി പറയുന്നത് സ്കാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമല്ലേ ചേച്ചിയോട് ഞാൻ ദൂത് പറഞ്ഞേ? കഴിഞ്ഞ മാസം. ഇത് കഴിഞ്ഞ മാസം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞ ദൂതാണ്. ഇന്ന് വരെ എന്തായാലും മനഃപൂർവ്വമായി സ്കാൻ ചെയ്തു. ആ സ്കാനിങ് റിപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കർത്താവ് ചെയ്തു എന്ന് പറയുന്നത് കാണാൻ വലിയ സന്തോഷമാണ്. അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിതുപോലെ യൂട്യൂബില് പ്രാർത്ഥിക്കായിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കണേ. അതിന് എനിക്ക് ഒരുപാട് മാറ്റം എനിക്ക് എന്റെ ഭർത്താവിനും കുട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആമേൻ. ഉണ്ടായിരുന്നത് ആദ്യം. ഓക്കെ ഓക്കെ, അവളിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവേ. ഒക്കെ മാറി. ഇപ്പോ ഞങ്ങൾക്ക് മൂന്നാൾക്കും, ഇവൾക്ക് ആദ്യം ഉണ്ടായിരുന്നു മാറി വേഗം. ഞങ്ങൾക്ക് മൂന്നാളും ഭയങ്കര പ്രശ്നമായി. ഇവിടെയൊക്കെ മേലൊക്കെ ആകായിരുന്നു. ഓപ്പറേഷൻ സമയത്തും കൂടി എനിക്ക് സഹിക്കാൻ വയ്യ. ഡോക്ടർമാരൊക്കെ എന്നെ കണ്ടിട്ട് എന്താ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതൊക്കെ യേശു സൗഖ്യമാക്കി. അതാണ് എനിക്ക് പറയാനുള്ളത്. യേശുവാണ് എന്നെ മുഴുവൻ സൗഖ്യമാക്കിയത്. ചേച്ചിന് പറയാനുള്ളത് യേശുവാണ് എനിക്ക് സകലതും ചെയ്തത്. കൈ അടിച്ചു രാമേ.